ഹലോ, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് ആ ചരിത്ര ദിവസമാണ്. നമ്മൾ ഇത്രയും ദിവസം ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം നമ്മളിന്ന് സഫലമാക്കാൻ പോകുന്നു. ആ ചരിത്ര ദിവസം അല്ലേ? ഇത് നിങ്ങളുടെ ദിവസത്തിൽ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ കാണുന്നതോടെ നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം സംഭവിച്ചിരുന്നു. അഥവാ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്കൂളിൽ ഇന്ന് സ്കൂൾ ഉറപ്പായിരുന്നു 1-ാം തീയതി അല്ലേ? അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം ഒരു ചായ കുടിച്ച് ഇങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാമത്തെ ഒരു ക്ലാസ്സുമായിട്ട് വന്നു. ഇതൊരു ക്ലാസ്സല്ല, നിങ്ങളുടെ സ്കൂളിലൊരു പ്രവേശനോത്സവം കഴിഞ്ഞല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രവേശനോത്സവമാണ് ഇപ്പോൾ ഈ ഒരു 7 മണി സമയത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ കുറച്ച് ഇതുണ്ടാവും, കാരണം എൻ്റെ തൊണ്ടവേദനയാണ്, പിന്നെ എനിക്ക് 2 ദിവസമായിട്ട് പനിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രവേശനോത്സവം മാത്രമല്ല, ഒരു ബാച്ച് ഓറിയൻറ്റേഷൻ കൂടിയാണ്, ബാച്ച് ഇൻട്രൊഡക്ഷൻ എന്നും പറയും. അപ്പോൾ പലരും വിചാരിക്കും ബാച്ചോ, ഇത്രയും നാൾ ഫ്രീ എന്ന് പറഞ്ഞെടുത്ത് ബാച്ചോ? മക്കളെ, ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഫ്രീ ബാച്ച്. ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വിചാരിക്കണ പോലെയല്ല മക്കളെ. ഓരോ ക്ലാസ്സിനും ഓരോരോ ബാച്ചായിട്ട് നമ്മൾ തിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അഥവാ ഓരോ ക്ലാസ്സിനും, അഥവാ 10-നൊരു ബാച്ച്, 9-നൊരു ബാച്ച്, 8-നൊരു ബാച്ച്, അങ്ങനെയായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. 10-നും 9, 8 എന്ന് പറഞ്ഞൊരു ഓരോരോ ബാച്ചായിട്ട് നമ്മൾ തിരിക്കുകയാണ്, അത്ര. ഈ ഓരോ ബാച്ചിനും നമ്മൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഓരോ ക്ലാസ്സിനും നമ്മൾ ഓരോരോ വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ചാനലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാനലിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് ചോദിക്കുക, അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്ത് തരും. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് വരാം. ഇന്നത്തെ പരിപാടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു? ഈ ഒരു കളർഫുൾ ലുക്ക് കൊള്ളാമല്ലേ? അതെങ്ങനെയുണ്ട്? ഇനി ഇവിടെ എഴുതിയിരിക്കണമെന്ന് നോക്കാം. ന്യൂ ബിഗിനിങ്, ന്യൂ ഫ്രണ്ട്സ്, ന്യൂ ഡ്രീം. ന്യൂ ബിഗിനിങ്ങും ന്യൂ ഫ്രണ്ട്സും ന്യൂ ഡ്രീം. ഒരു പുതിയ ഡ്രീമിലേക്ക് നിങ്ങൾ വന്നിരിക്കണം. ഒരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കമാണ്. കുറേ ഫ്രണ്ട്സും കിട്ടി അല്ലേ? പുതിയ ഫ്രണ്ട്സൊക്കെ വന്നതാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മാറിയിട്ടെങ്കിൽ അങ്ങനെ, നിങ്ങൾ സ്കൂൾ മാറിയിട്ടെങ്കിൽ അങ്ങനെ വന്ന് കാണുമല്ലോ. അങ്ങനെ കിട്ടിയവരാണ് പറഞ്ഞത്. ഇനി ഡ്രീമിൻ്റെ കാര്യം പറയുമ്പോൾ, നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഡ്രീമല്ല നിങ്ങൾ 9-ലേക്ക് വന്നത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഡ്രീമല്ല നിങ്ങൾ 10-ലേക്ക് വരുമ്പോൾ. 8-ലും 9-ലുള്ള ഡ്രീമല്ല നിങ്ങൾക്ക് എന്തുള്ളത്. 8-ലും 9-ലുള്ള ഡ്രീമല്ല നിങ്ങൾക്ക് 10-ലേക്ക് വരുമ്പോൾ. അപ്പോൾ 10-ൽ നമുക്ക് ഫുൾ A+ ആണ് നിങ്ങളുടെ ഡ്രീം അല്ലേ? നിങ്ങൾക്ക് എന്താണ് 10-ലേക്ക് വരുമ്പോൾ ഫുൾ A+ ആണ് നമ്മുടെ ഡ്രീം അല്ലേ? അപ്പോൾ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി സൈഡിൽ എന്താ ചെയ്യണം? ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻടു എ ബ്രൈറ്റർ ഫ്യൂച്ചർ. ഇന്ന് നിങ്ങൾ വയ്ക്കുന്ന കാൽവെപ്പുകളായിരിക്കണം അടുത്ത നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് ഗുണകരമാവുക. ഇനി സൈഡിൽ എന്താണ്? ലേൺ, ഡിസ്കവറി, ഗ്രോ, ഇൻസ്പയർ ടുഗദർ അല്ലേ? അങ്ങനെയല്ലേ? അതെ അല്ലേ? നോക്കിച്ചാൽ മതി. സെറ്റ് ആണെങ്കിൽ ഒരു ലക്ഷ്യത്തിൻ്റെ കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ലക്ഷ്യമായിരിക്കും. SSLC കുട്ടികളുടെ ലക്ഷ്യം എല്ലാവർക്കും ഉള്ളൊരു ലക്ഷ്യമുണ്ട്. SSLC കുട്ടികളുടെ ലക്ഷ്യമാണ് മക്കളെ. ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനമോ. ഇപ്പോൾ 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ,
3 മാസമായാലും നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് പഠനമാണ്. അപ്പോൾ 10ലെ ലക്ഷ്യം ഫുൾ A+ ആണ്. അഥവാ നിങ്ങൾ 8ലും 9ലും പഠിക്കുമ്പോൾ, ഞാൻ ഒരു സ്ലൈഡിൽ എടുത്ത് കാണിച്ചതാണ്. നിങ്ങൾ 8ലും 9ലും പഠിക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് അറിയുന്നത് സ്കൂളുകാർ നമുക്ക് എന്ത് ചെയ്യും, പാരൻസിനോട് പറയും. അത് പിന്നീട് സ്കൂളുകാർ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ അതിനെ ED എന്നതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറും. 8-9 ക്ലാസ്സിലെ റിസൾട്ടുകൾ കൈമാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണതാണ്. ഓക്കെ, ഇനി നിങ്ങൾ 10ലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയുന്നത് ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. അത് നേരെ ആദ്യം ചിലപ്പോൾ സ്കൂളുകാരറിയും. ഓക്കെ, ആദ്യം നമ്മളായിരിക്കും അറിയണം. ആദ്യം വീട്ടുകാരറിയും, പിന്നെ സ്കൂളുകാരറിയും, പിന്നെ ബന്ധുക്കാരറിയും, പിന്നെന്താണ് സ്കൂളുകാരറിയും, ബന്ധുക്കാരറിയും, പിന്നെ നമ്മുടെ സംഘടനകൾ, പിന്നെ നമ്മുടെ നാട്ടുകാർ എല്ലാവരും അറിയും. അപ്പോൾ 10ലെ റിസൾട്ടിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. കാരണം എന്താ, ഒരേ ഒരു കാര്യമാണ് SSLC കാരണം, അല്ലേ? അപ്പോൾ ഫുൾ A+ മിണ്ടാതിരിക്കും. എന്തിനും പെടാന്ന് വിളിച്ചത് എന്താ കാര്യം പറഞ്ഞു. ഇതൊന്നും ചെയ്യട്ടെ കേട്ടോ, സംസാരിക്കല്ലേ. അപ്പോൾ ഫുൾ A+ നിങ്ങൾക്ക് വേണമെങ്കിൽ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വർഷം, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ A+ ഉറപ്പാണ്. അതും ഫ്രീ ആയി ഒരു ആപ്പും വേണ്ട. നോ ആപ്പ്, നോ സബ്സ്ക്രിപ്ഷൻ, നോ മണി, ഒരു മണിയും വേണ്ട. എന്താ പറ്റിയ നോ മണി, only free. അപ്പോൾ ഒരു ആപ്പും ഇല്ല, ഒരു ഇതില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ട് ഫുൾ A+ നേടാം. അപ്പോൾ നമുക്ക് 10ന് മാത്രമല്ല, 8ലും 9ലും 10ലും അങ്ങനെ നമ്മൾ 3 ചാനലാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റീബുക്ക് എഡ്യൂക്കേഷൻ 8, റീബുക്ക് ക്ലാസ് 9, റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ 3 ചാനലാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഈ 3 ചാനലിൽ ഇപ്പോൾ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 8ാം ക്ലാസ്സിലുള്ളവർ ഈ റീബുക്ക് ക്ലാസ് 8 എന്നുള്ളതിൽ പോയി കാണുക. 9ാം ക്ലാസ്സിലുള്ളവർ റീബുക്ക് ക്ലാസ് 9 എന്നുള്ളതിൽ പോയി കാണുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഈ റീബുക്ക് എഡ്യൂക്കേഷൻ SSLCയിലുള്ളവർ ഇതിൽ തന്നെ ഇത് കാണും. ഇനി നമ്മുടെ ബാച്ചുകൾ ഓറിയൻറ്റേഷൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ബാച്ച് SSLC ബാച്ച്. ഓക്കെ, ഫസ്റ്റ് ബാച്ച് SSLC. അപ്പോൾ SSLC ബാച്ചിൻ്റെ പ്രത്യേകത, SSLC ബാച്ചിൻ്റെ പേരെന്താണെന്ന് നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഓരോന്നിനും ഓരോരോ പേരിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3, 2, 1 ഗോ. യെസ്, അങ്ങനെ നമ്മൾ ഇന്നോഗ്രേഷൻ ആയി എല്ലാം നമ്മൾ കറക്റ്റ്
നീറ്റായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ ബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന ബാച്ച് ഒരു ചാനലിൽ SSLCക്ക് ഒരു ബാച്ച് തുടങ്ങുകയാണ്. SSLC ഗോൾഡൻ ബാച്ച്. SSLC ഗോൾഡൻ ബാച്ച്. നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുക. നിങ്ങളുടെ ബാച്ചിൻ്റെ പേര് ഗോൾഡൻ ബാച്ച് എന്നാണ്. അത് വെറും ഗോൾഡൻ അല്ല, SSLC ഗോൾഡൻ. എന്താണ് SSLC ഗോൾഡൻ ബാച്ച്? ഈ ബുക്ക് എഡ്യൂക്കേഷൻ SSLCക്ക് വേണ്ടി മാത്രമാണ്. അഥവാ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബിൽ എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ, അഥവാ യൂട്യൂബ് എഡ്യൂക്കേഷനിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ എഡ്യൂക്കേഷൻ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ഇതേപോലൊരു ബാച്ച് സിസ്റ്റം അല്ലേ? ഇതേപോലത്തെ ഒരു ബാച്ച് സിസ്റ്റം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതാദ്യമായിട്ടാണ് യൂട്യൂബിൽ. ഇനി ഇതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ ഇതിൻ്റെ സവിശേഷത? അതൊരു വേറൊരു സ്ലൈഡിലാണ്. അപ്പോൾ പ്രീ ബുക്ക് എഡ്യൂക്കേഷൻ ഗോൾഡൻ ബാച്ച് അക്കാഡമിക് ഇയർ 2026-27 നോളജ് വിത്ത് ദ ഫ്യൂച്ചർ. അപ്പോൾ വെൽക്കം ടു ഫ്യൂച്ചർ ലേണിംഗ്. അഥവാ നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ലേണിങ്ങിൽ എനിക്ക് ഈ ഗോൾഡൻ ബാച്ച് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അഥവാ SSLC ലേണിങ്ങിൽ നിങ്ങൾക്ക് സ്ട്രക്ചറായിട്ട് ഫ്യൂച്ചറൊക്കെ തുടങ്ങുക. ഇനി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ലൈവ് കിട്ടും. EBN നോട്ടുകൾ, പ്രീമിയം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും PDF ആയിട്ടുള്ള നോട്ടുകളാണ്. എവരി ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിൽ കൂടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടെയാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആണ്, ഇതിൽ കൂടെയാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ പേരൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇനി റെഗുലർ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലുള്ള ഹോംവർക്കുകൾ, ഡെയിലി ഹോംവർക്കുകൾ അതിനെയൊക്കെ പറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി മോക്ക് എക്സാംസ് അതൊക്കെ നമ്മൾ ഇതിനാവും. പിന്നെ കമ്മ്യൂണിറ്റി പോളുകൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇനി ഓപ്പൺ വീക്ക് ടൈം ടേബിൾ. അപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ ഒരു 6 ദിവസത്തെ ഒരു വീക്കിലേക്ക് ഒരു സാറ്റർഡേ വരെയുള്ള ഒരു ടൈം ടേബിൾ നമ്മളിവിടെ തരികയാണ്. ഇതനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ നാളെ തൊട്ടുള്ള ലൈവുകൾ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. ജൂൺ 2 നാളെ ജൂൺ 2 നാളെ നിങ്ങൾക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലൈവായി, അഥവാ പാർട്ട് 1 7 മണിക്കാണ് നിങ്ങൾ വരിക. നാളെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ലൈവ് അഥവാ പാർട്ട് 1 എന്താണ് 7 മണിക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 3 ജൂൺ 2026 അത് വെനസ്ഡേ ആണ് വരുന്നത്. അന്ന് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 1 എ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ളതിൻ്റെ 4ാമത്തെ ലൈവ് അഥവാ പാർട്ട് 4. അതിൻ്റെ 3 ലൈവുകളും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4ാമത്തെ പാർട്ടാണ്. ആ ഒരു ഇത് കഴിയാറായി. അത് അടുത്ത ദിവസം എഴുതുള്ളൂ. ഇനി 4 ജൂൺ 4, 2026 അത് തേഴ്സ്ഡേ ആണ് വരുന്നത്. അത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ് അതിൻ്റെ പാർട്ട് 1 ആണ്. അത് 7 മണിക്കാണ്. ഇനിയുള്ള എല്ലാ ക്ലാസ്സും 7 മണിക്കായിരിക്കും. ഇനി ജൂൺ 5 ഫ്രൈഡേ ആണ് വരുന്നത്. അത് മാത്സിൻ്റെ ചാപ്റ്റർ 1 അഥവാ നമ്മുടെ മാത്സിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2ാമത്തെ ലൈവ് അഥവാ പാർട്ട് 2 അത് നമ്മുടെ എഴുതും. ഇനി 6 അത് എഴുതാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. 6 ജൂൺ 2026 ശനിയാഴ്ച മലയാളം സെക്കൻഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ചിത്രകാരി എന്നുള്ള ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. അത് 2 മണിക്കാണ് കേട്ടോ. അത് 7 മണിക്കല്ല, അത് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ 2 മണിക്കാണ് വച്ചിരിക്കുന്നത്. എല്ലാവരും വരണം 2 മണിക്ക്. ഓക്കെ,
മനസ്സിലായതിൻ്റെ 2 മണിക്ക്. ഇനി അന്ന് തന്നെ ആ ദിവസം തന്നെ നമ്മുടെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 ഹ്യൂമനിസത്തിൻ്റെ പാർട്ട് 1 വീഡിയോ, അത് നമ്മുടെ 7 മണിക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഇത് നമ്മുടെ പോസ്റ്റിലേക്ക്, അഥവാ നമ്മുടെ യൂട്യൂബ് പോസ്റ്റിൽ നമ്മളിത് ഇടുന്നതായിരിക്കും പോസ്റ്റായിട്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ വരിക. ഇത് കഴിഞ്ഞിട്ടുള്ള അഥവാ ഈ ഒരു വീക്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും. 7 ജൂൺ എന്നുള്ളത് കൂടി ഇടുന്നതായിരിക്കും. ഇനി നമ്മൾ സബ്ജക്റ്റ് ഫോക്കസ്ഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ ഇക്വേഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വരും. ഇനി ഇതിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് പ്രോഗ്രഷൻ പിന്നെ അല്ലാതെ ഉള്ളതുകൊണ്ട് പിന്നെ ഫോം ഓഫ് സീക്വൻസ് ഇതൊക്കെ നമ്മൾ തരും. പിന്നെ നമ്മുടെ ലൈവ് മറക്കണ്ട, 2-ാം തീയതി 5-ാം തീയതിയാണ് മാത്സിൻ്റെ ലൈവ്. 7 മണിക്കാണ്. ഇനി ഇതിലേക്ക് വരുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഇനി സൗണ്ട് വേവ്സ് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേവ് മോഷൻ എന്താണെന്നും പിന്നെ ഫിസിക്കലായിട്ടുള്ള സൗണ്ട് വേവ്സ് എന്താണെന്നും പിന്നെ ഫ്രീക്വൻസി വേവ് ലെങ്ത് ആംപ്ലിറ്റ്യൂഡും എന്താണ്. പിന്നെ ക്ലാസ് ഡേറ്റ് മറക്കണ്ട, ജൂൺ 4-ാം തീയതി 7 മണിക്കാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ലൈവ്. ഇനി അവർ മിഷൻ എന്താണ് ഞങ്ങളുടെ മിഷൻ? 100% ടാർഗറ്റ് A+ റേഷ്യോ ആണ്. അപ്പോൾ A+ റേഷ്യോ ഈ വർഷം നമുക്ക് കൂട്ടണം. വർഷം പകുതിയായി നമുക്ക് ഇത് കൂട്ടണം. അപ്പോൾ ഗോൾഡൻ ബാച്ചിലൂടെ നമുക്കിത് കൂട്ടാൻ പറ്റും, അഥവാ നമ്മുടെ സിലബസ് കൂട്ടാൻ പറ്റും. നമ്മുടെ എയിം എന്നുള്ളത് ഫുൾ A+ ആണ്. അത് നമ്മൾ 2027 എക്സാമിൽ പൊളിയാക്കും വിത്ത് റീബുക്ക് എഡ്യൂക്കേഷനോടൊപ്പം. പിന്നെ റീബുക്ക് എഡ്യൂക്കേഷൻ പറയാനുള്ള ഒരു കാര്യം, സക്സസ് ഈസ് എ ഹാബിറ്റ്, നോട്ട് ജസ്റ്റ് എ ഗോൾ. ഇതൊരു ജസ്റ്റ് എ ഗോളല്ല, ഇതൊരു ഹാബിറ്റായിട്ട് മാറ്റുക. +1 ഇതേപോലെ നമ്മൾ തുടർന്ന് പോവുക. 10 നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങളത് റീബുക്ക് എഡ്യൂക്കേഷൻ്റെ ആണെന്ന് നിങ്ങളുടെ അനിയന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ അനിയന്മാർ 9-ലുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് 9-ൻ്റെ ഗ്രൂപ്പിലേക്ക് ആക്കുക, 8-ലുണ്ടെങ്കിൽ 8-ൻ്റെ ഗ്രൂപ്പിലേക്ക് ആക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ലേണിംഗ് റിസോഴ്സസ് പ്രോഗ്രാംസ്, പിന്നെ ഫ്രീക്വൻസി അഥവാ നമ്മൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അതിന് പുറമേ നമ്മൾ പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. പുറമെയുള്ള റിവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാപ്പിഡ് ഫയർസൊക്കെ ക്വസ്റ്റ്യൻ സെഷൻസ് ഉണ്ട്. ഇപ്പോൾ റാപ്പിഡ് ഫയർസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയിലാണ് നമ്മൾ റാപ്പിഡ് ഫയർസൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 2 ക്ലാസ്സിൽ റാപ്പിഡ് ഫയർ കഴിഞ്ഞു. പാർട്ട് 2-ലും പാർട്ട് 3 രണ്ടിലും റാപ്പിഡ് ഫയർ പൊളിയായിട്ടാണ് പോകുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അഥവാ ഒരു വർഷത്തെ, അഥവാ ഈ കഴിഞ്ഞ വർഷത്തെ നമുക്ക് വീക്കിലുണ്ട്. എന്തായാലും നമ്മൾ പൊളിയായിട്ട് പഠിക്കും. ഇനി അക്കാഡമിക് മാർക്ക് അതിപ്പോൾ പറയണ്ടായിരുന്നു. നമുക്ക് ഈ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ കറക്റ്റാവും. ഈ സെപ്റ്റംബർ, ഒക്ടോബർ അല്ല, ഒരു ആഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം വരിക. അപ്പോഴത്തേക്കും നമ്മളെല്ലാം കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ റെഡി ഫോർ ദ A+. നിങ്ങൾ റെഡിയാണോ A+ന് വേണ്ടി? നിങ്ങൾ A+ന് വേണ്ടി റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും നമ്മുടെ ഗോൾഡൻ ബാച്ചിൽ. റീബുക്ക് എഡ്യൂക്കേഷൻ സക്സസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എന്താണ് വാട്സപ്പ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഥവാ ഫോളോ ചെയ്യുക. ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ നാളെ തുടങ്ങും. 7 മണിക്കാണ് ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഇത് മനസ്സിലായോ? അഥവാ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, എങ്ങനെ കയറേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒഫീഷ്യലായിട്ടാണ് കയറുന്നതെങ്കിൽ നമ്മുടെ 2 ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ രണ്ടാമത് നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യും. അത് നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ സെറ്റാണോ? ഗോൾഡൻ ബാച്ച് നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ ഓക്കെ സെറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ 9-ലെ 8-ലെ പിള്ളേർ പോകരുത് കേട്ടോ. 8-ലെ 9-ലെയും പിള്ളേർക്കുള്ള ബാച്ചും ഉണ്ട്. എന്നാലും നമുക്ക് അടുത്ത ബാച്ചിൻ്റെ ഓറിയൻറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ബാച്ച് 9-ലെ ബാച്ച്. 3, 2, 1 ഗോ. 9-ലെ ബാച്ച് ഡയമണ്ട് ബാച്ച്. അപ്പം നിങ്ങളാണ് നമ്മുടെ വൈരം, നിങ്ങളാണ് നമ്മുടെ ഡയമണ്ട്. നിങ്ങൾക്ക് നമ്മൾ ഞാൻ പറയണം 10-നെക്കാട്ടും കൂടുതൽ പഠിക്കാനുള്ള 9-ൽ. 10 അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ. കാരണം 9-ൽ കാര്യങ്ങൾ മാത്രം, നമ്മൾ 9-ൽ തുടർച്ചയും 9-ലെ കാര്യങ്ങൾ മാത്രമാണ് 10-ൽ പഠിക്കാനുള്ളത്. 9, 10 പഠിക്കണം. അതിന് കൊണ്ടാണ് നമ്മൾ ഡയമണ്ട് ബാച്ച് പഠിക്കുന്നത്. ഈസി ലേണിംഗ് ആണ്. പിന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസ് ഉണ്ടാവും. സ്റ്റഡിയും സ്മാർട്ടായിരിക്കും. സ്റ്റഡി സ്മാർട്ട്. ഓക്കെ. അപ്പോൾ യുവർ സക്സസ് അവർ മിഷൻ. ഞങ്ങളുടെ മിഷൻ നിങ്ങളുടെ സക്സസ് ആണ്. ഇനി ഡയമണ്ട് ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ് ഇപ്പോൾ നടന്നത്. പിന്നെ നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങൾക്കൊരു തുടക്കമായിട്ട് ഇനി അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയണ്ടേ. നമ്മൾ ഡയമണ്ട് ബാച്ച് ലോഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. 100% ഫ്രീ കംപ്ലീറ്റ് കോഴ്സാണ്, അഥവാ കോഴ്സ്. ന്യൂ സിലബസ് ആണ് നിങ്ങൾക്കിപ്പോൾ. പിന്നെ 0 ഫീസ്, അൺലിമിറ്റഡ് കോഴ്സ്. പിന്നെ ഏതാ എക്സാംസ് ഓൺ റൈറ്റ്. എൻ്റെ അവിടെ ഒരു സാറ് വിളിച്ച് അതിൻ്റെ ഇടയ്ക്ക് പോയി. ഓക്കെ. ഈ ബുക്ക് എഡ്യൂക്കേഷൻ്റെ 9 ക്ലാസ് യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും സ്റ്റെക്ക് ഉണ്ടാവില്ല. അത് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. ഇനി പ്രീമിയം ക്ലാസ്സാണ് നിങ്ങൾക്ക് 0 കോസ്റ്റാണ്. പിന്നെ ഡയമണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സൊല്യൂഷൻസ് എല്ലാം ഉണ്ടാവും. ഇനി ഒരു സ്ട്രക്ചേർഡ് പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതായത് യൂട്യൂബിലെ എക്കോസിസ്റ്റം ഒരു എല്ലാത്തിനും, അഥവാ മാത്സിനായിക്കോട്ടെ, സയൻസിനായിക്കോട്ടെ, സോഷ്യലായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും. പിന്നെ ഡൗട്ട് ക്ലിയറിങ്, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാട്സപ്പിൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പിൽ നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഇട്ടാലും നിങ്ങൾക്ക് ഗ്രൂപ്പാണ്. പിന്നെ കമ്മ്യൂണിറ്റി ടാബ് പോളുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിലൊരു ഇതുമില്ല. ഓക്കെ. ഇനി പ്രീമിയം നോട്ടുകൾ നിങ്ങൾക്ക് വണ്ടർഫുള്ളായിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ ഡ്രൈവ് ലിങ്കുകളും എല്ലാം നിങ്ങൾക്ക് അയച്ചുതരാം. ഒരു ആപ്പ് പോലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ നിങ്ങൾ ഞാൻ ഗൂഗിൾ ഡ്രൈവ്
ലിങ്കുകൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ഓക്കെ ഓക്കെ, സൈനപ്പ് ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യും. ഇനി ഇതെന്താണ് ഡയമണ്ടിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? നിങ്ങൾക്ക് 36% ഹയർ കാണാൻ പറ്റും നിങ്ങളതിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇനി 30% നമ്മൾ യൂട്യൂബിൻ്റെ ഇതും എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് എഡ്യൂക്കേഷൻ വാക്ക് തരുമ്പോൾ 94% നിങ്ങൾക്ക് സ്കോർ ആവറേജ് ഉണ്ടാകും. ഓക്കെ, ഇനി ഇതാണ് ഡെയിലി ക്ലാസ്സുകളുണ്ടാവും. പിന്നെ അതിൻ്റെ PDF കിട്ടും. പിന്നെ MCQs അഥവാ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലല്ലാട്ടോ, ടെലിഗ്രാമല്ല വാട്സപ്പ് ഗ്രൂപ്പ്, ലിങ്ക് നമ്മൾ താഴെ കൊടുത്തത്. ഇനി ഇൻട്രാക്റ്റീവ് വിഷ്വൽ അഥവാ നിങ്ങൾക്ക് ഒരു ഹാങ്ങും ഇല്ലാത്ത വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മൊബൈൽ, TV, ലാപ്ടോപ്പ് എല്ലാം അഥവാ യൂട്യൂബിലെല്ലാം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റാർട്ട് ടുഡേ അഥവാ നമ്മുടെ അവർ കംപ്ലീറ്റ് ഇത് നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ, നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കയറാൻ ഇതാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കയറാൻ ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 2 നമ്മുടെ വാട്സപ്പ് ചാനൽ. വാട്സപ്പിൻ്റെ ചാനലും കമ്മ്യൂണിറ്റി ഫോണിൽ നമ്മൾ ജോയിൻ ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. ഓക്കെ, ഡൗട്ടൊക്കെ നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്യും. ഇപ്പോൾ സെറ്റാണ്. നിങ്ങളുടെ ഡയമണ്ട് ബാച്ച് പൊളിയല്ലേ? എന്നാൽ നമ്മൾ പിന്നെയും നമ്മൾ തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമണ്ട് ബാച്ച് പൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 8ാം ക്ലാസ്സുകാർ പോയത് 8ാം ക്ലാസ്സുകാരുടെ ബാച്ച് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. 3, 2, 1 ഗോ. വളരെ കളർഫുള്ളായിട്ടുള്ള സിൽവർ ബാച്ച് ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് മാത്രം പഠിക്കാൻ തിയറി ക്ലാസ്, പ്രശ്നപരിഹാരം എല്ലാം നമ്മൾ പ്രീ ബുക്ക് എഡ്യൂക്കേഷൻ ക്ലാസ് 8ന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. യൂട്യൂബ് മാത്രം കാണാം എല്ലാം. ഓക്കെ, അതിൻ്റെ സവിശേഷതകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 8 സിൽവർ ബാച്ച്. ഓക്കെ, അപ്പുറത്താണ് മൂവി ഓൺ യൂട്യൂബ്. എങ്ങനെയാണ് നമ്മുടെ 100% സൗജന്യം കേരളത്തിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം തയ്യാറാക്കിയ ഏറ്റവും മികച്ച സൗജന്യ യൂട്യൂബ് പഠന പദ്ധതിയാണ്. ഇതാണ് സിൽവർ ബാച്ച്. ആപ്പൊന്നും ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ മറ്റ് പെയ്ഡ് മൊബൈൽ ആപ്പുകളോ ആവശ്യമില്ല. ഇനി എല്ലാ യൂട്യൂബ് അഥവാ എല്ലാ അധ്യായങ്ങളും എളുപ്പത്തിൽ അറ്റൻഡൻസ് ചെയ്യുന്ന ായി നിങ്ങൾക്ക് ചാനലിൽ ലഭ്യമാണ്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അഥവാ നിങ്ങളുടെ സമയത്ത് കൊണ്ട് ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും കാണാം. അഥവാ ലൈവ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് കഴിഞ്ഞെന്ന് വിചാരിക്കാം, അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോയിട്ട് വന്നതുകൊണ്ട് കാണാം. യൂട്യൂബിൽ തന്നെ കാണും, നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ കാണും. ഓക്കെ, ഇനി ഫ്രീ ഓൺ യൂട്യൂബ്, ഫ്രീ PDF നോട്ട്സ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ടാവും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ പ്രാക്ടീസ് ഡെയിലി ഉണ്ടാവും. ഇനി മൊബൈൽ TV-യിൽ എളുപ്പത്തിൽ കാണാം. എല്ലാ TV-യിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാം. അഥവാ നമ്മുടെ സ്മാർട്ട് TV-യിലോ ലാപ്ടോപ്പിലോ ഫോണിലോ ടാബിലോ യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്നാൽ അതിൻ്റെ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അഥവാ മറ്റ് സീക്രട്ടായിട്ടുള്ള ആപ്പുകളൊന്നുമില്ല. നിങ്ങൾക്ക് പാസ്വേഡുകളോ ഒന്നും പുറത്തെടുക്കുകയോ ലോഗിനോ ഒന്നുമില്ല. വെറുതെ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഇത് നോക്കുക, സെർച്ച് ചെയ്യുക, കാണുക. ഹോം വർക്ക് ചലഞ്ചസ് ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെല്ലൈക്കൻ ഓളിടുക. പുതിയ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇത് വരും. ഇനി പഠന വിന്യാസം കോമ്പണൻറ്റ് എക്സ്പ്ലനേഷൻ ഇതായിരിക്കും. എല്ലാം നമ്മളൊരു ഗ്രാഫ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇനി 1% പോലും നമ്മൾ ഫീസ് ഈടാക്കുന്നില്ല. ഉന്നത മാർക്ക് മാത്രം ലക്ഷ്യം. ഓക്കെ, പൂർണ്ണമായും ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും പ്രാപ്യമാക്കാം പണം ചിലവില്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാത്രം. ഇതിലൂടെ മാത്രം സിൽവർ ബാച്ച് 2026 മാത്രം പറയാനുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങുന്നു. ക്ലാസ്സുകൾ പൂർണ്ണമായി സൗജന്യമായി കാണാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ചാനൽ. ഞാൻ രണ്ടുപേരോടും പറഞ്ഞ മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ബാച്ച് സ്റ്റാർട്ട് June 1 ഇന്ന് തന്നെ ക്ലാസ്സില്ല. ഇതോടെ നമ്മൾ തുടങ്ങുന്നത്. പ്രിപ്പയർഡ് ഓൺലി ഓൺ യൂട്യൂബ്. ഓക്കെ, ഇത് മാത്രമാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC 1 എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ റീബുക്ക് 8 റീബുക്ക് 9 കമ്മ്യൂണിറ്റികളുണ്ട്. അതങ്ങനെ തന്നെയാണ്. റീബുക്ക് ക്ലാസ് 8 2026-27 അങ്ങനെ ഉണ്ട്. പിന്നെ 9 അങ്ങനെ റീബുക്ക് ക്ലാസ് 9 2026. ഇതിൻ്റെ കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ചാനലും കൂടി ഉണ്ട്. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, എന്താണ് വാട്സപ്പ് ചാനലുണ്ട്, ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോൾ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് അഡീഷണലായിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാം. അത് നമ്മൾ സ്ലൈഡിലുള്ളതാണ്. സ്ലൈഡ് സ്വീകരിച്ചുള്ള വീഡിയോ ഇടും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനെങ്കിലും ഉണ്ടാകും. അതാണെങ്കിലും നമ്മൾ ഡൗട്ട് ക്ലിയറിങ് എന്തായാലും ഉണ്ടാവും. ഇനി വല്ല സർവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ദിവസം വന്നില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്തായാലും വരും. ഓക്കെ.
ഓക്കെയാണോ? സെറ്റാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഓറിയൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അത് നല്ലൊരു ഓറിയൻറ്റേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഇതിനും വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടോളാം. നിങ്ങൾ അത് കേട്ട് പൊളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൊളിയാണ്. 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക്, 9ാം ക്ലാസ്, SSLC, ഇത് 3 പേർക്കുള്ള ബാച്ചുകൾ നമ്മളിവിടെ തുടങ്ങി. SSLCക്കുള്ളത് SSLC കോൺടാക്ട് ബാച്ച്, പിന്നെ നമ്മുടെ ബാച്ച് 9 നമ്മുടെ ഡയമണ്ട് ബാച്ച് 8 നമ്മുടെ സിൽവർ ബാച്ച്. അങ്ങനെ നമ്മുടെ 3 ബാച്ചുകളും സൗജന്യ ബാച്ചുകളായി ഈ ഒരു യൂട്യൂബ് അഥവാ 2026-27 എക്സാമുകളും പൊളിക്കും. സെറ്റാവാൻ നമുക്ക് ഫ്രീ ആയി പഠിക്കാം. അപ്പോൾ എനിക്കൊരു ഇതുള്ളൂ, ഫ്രീ ആയിട്ടുള്ള പഠനം. പഠനം നമ്മുടെ എഡ്യൂക്കേഷൻ ഈസ് അവർ എന്താണ്, എഡ്യൂക്കേഷൻ നമ്മുടെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 1 മണിക്കൂറായി. അപ്പോൾ എൻ്റെ പ്രൊഫഷന് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങും. 8-നും 9-ഉം നാളെയാണ്, അഥവാ 3-ാം തീയതി ആയിരിക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. 3-ാം തീയതി മിക്കവാറും 3-ാം തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ക്ലാസ് ആയിരിക്കും. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ബേസിക് ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ തുടങ്ങും. ബേസിക് ക്ലാസ് ചിലപ്പോൾ ഉണ്ടാകാറുള്ള സാറുമാരൊക്കെ ഇങ്ങനെ ഇതാക്കി അങ്ങനെ നമ്മുടെ ചരിത്രമായ നിമിഷങ്ങളൊക്കെ ഇവിടെ കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ്. താങ്ക് യു പറയുകയാണ്. താങ്ക് യു. പിന്നെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് സെറ്റാക്കണം, പൊളിയാക്കണം. നാളെ തൊട്ട് നമ്മൾ പൊളിക്കും എന്നുള്ള രീതിക്ക് വരിക, സെറ്റാക്കുക. അപ്പോൾ താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അഥവാ ഈ ഒരു ഇതിൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി. നമ്മളത് കറക്റ്റായിട്ട് ഓക്കെ ആക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.